ഹലോ ഹായ്, ഇന്നൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുക്കർ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും ഒരു സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ പച്ചക്കറിയായിട്ട് പൊട്ടറ്റോയും ക്യാരറ്റും കോളിഫ്ലവറും അങ്ങനെയെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മളിത് കുക്കർ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കാൻ പോകുന്നത്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ പച്ചക്കറിയൊക്കെ ഒരു കടായിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ വെള്ളം അവിടെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ആ വെള്ളത്തിലേക്കാണ് നമ്മൾ സാജീരകം, പട്ട, ഗ്രാമ്പ്, 2 ഏലക്ക, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതാ ബസ്മതി റൈസ് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടി കഴുകി വാല വെച്ചതായിരുന്നു. അതും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടി ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ കുറച്ച് ലെമൺ ഒഴിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 2 വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പച്ചക്കറി വേവിച്ചതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും പിന്നെ കുറച്ച് തൈര്, പുതിനയില, മല്ലിയില ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് അതൊന്നൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഉപ്പിൻ്റെ പോരായ്കയുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ അപ്പം നേരത്തെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷ്നട്ടും കുറച്ച് സവാളയൊക്കെ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സാക്കി വയ്ക്കാം. ഇനിയിപ്പോൾ അതാ നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ദം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരലങ്കാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് വറുത്ത സവാളയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് ഇതാ ഒരു വലിയ ചട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെ കയറ്റി വെച്ച് നമ്മൾ ദമ്മിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ വെജ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ് കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ദാ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഊണ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഒരു പ്ലേറ്റിലേക്ക് ചോറും വെജ് ബിരിയാണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡായിട്ട് അച്ചാറും സലാഡും പിന്നെ ഒരു എഗ്ഗ് ബോയിൽ ചെയ്തതും ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ വെജ് ബിരിയാണിക്ക്. അപ്പോൾ സൂപ്പറല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.